ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കൂർക്ക വെച്ചൊരു തോരനാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കൂർക്ക എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. ഈ രീതിയിലാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിളൊക്കെ ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പകുതി ബീട്രൂട്ട് ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിന് പകരം ക്യാരറ്റ്, വേറെ ഏതെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് അരി ചേർത്ത് കൊടുക്കണം. അരി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരിയിട്ട് തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. റെഡ് റൈസ് വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കൂർക്ക ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇല്ലെങ്കിൽ കൂർക്കയുടെ കളറ് കുറച്ച് കറുപ്പ് കളറായി പോകും. അതിനു വേണ്ടിയാണ് അരിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് ചെറുപയർ മുളപ്പിച്ചതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 പിടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ വൻപയർ മുളപ്പിച്ചതും ചേർക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. കാരണം നമ്മൾ തേങ്ങ ചതയ്ക്കുന്നതിൽ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് ചതയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സ്പ്രൗട്ട്സിന് വേവുന്നതിന് വേണ്ടി കുറച്ച് വെള്ളവും തളിച്ചു കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചതൊന്ന് വേവിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു 100 തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ജീരകം എല്ലാം ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി കൂടി ചേർക്കാം. കുറച്ച് വെള്ളം ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം വെള്ളം കംപ്ലീറ്റ് ആയി ഡ്രൈ ആയിട്ടുണ്ട്. ഫുള്ള് സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടിപൊളി കൂർക്ക തോരൻ ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.